നമസ്കാരം മിനിമോൾ, അഡ്വാൻസ് മെറി ക്രിസ്മസ്. നമസ്കാരം. തിരിച്ചും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇത്തവണത്തെ ക്രിസ്മസ് ഗംഭീരമാണ്. വി കെ മിനിമോളെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഒരു സന്തോഷമുള്ള സമയത്താണ് ഈ ക്രിസ്മസും പുതുവത്സരവും വരുന്നത്, അല്ലേ? അതെ, തീർച്ചയായും ഇതൊരു ക്രിസ്മസ് സമ്മാനം പാർട്ടി തന്ന സമ്മാനമാണ്. ഓക്കെ, പാർട്ടി തന്ന ആ സമ്മാനം ഗംഭീരമായി ആ സമ്മാനം പൊതിയഴിച്ച് കൊച്ചി നിവാസികൾക്ക്, കോർപ്പറേഷനിലെ എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ പുതുവത്സരം വരുമ്പോൾ ഒരുപാട് പദ്ധതികളൊക്കെ മനസ്സിലുണ്ടാവും. ഞാൻ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നേരിയ അഭിപ്രായ വ്യത്യാസമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ദീപ്തിയുമായിട്ട് സംസാരിച്ചിരുന്നു. ചെറിയ കല്ലുകടിയായോ മിനിമോൾ? എപ്പോഴും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലീഡർഷിപ്പ് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പാർട്ടി നേതൃത്വം നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കല്ലുകടിയൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവാറുണ്ടല്ലോ, എല്ലായ്പ്പോഴും. അതെല്ലാം മറന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. ഈ ദീപ്തി മേരി വർഗീസിനെ കണ്ടിരുന്നോ? ദീപ്തി പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മളോട് അല്പസമയം മുമ്പ് വന്ന് ദീപ്തി പറഞ്ഞതും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളതാണ്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ഒരു രീതിയിലുണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത രീതിയിൽ മാത്രമാണ് വിയോജിപ്പ്. തീർച്ചയായും ഞാനും ഡെപ്യൂട്ടി മേയറുമായിട്ട് എല്ലാ ലീഡർഷിപ്പിനെയും എല്ലാ ആളുകളെയും ഇന്ന് കാണുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ അതിനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ദീപ്തി ഞങ്ങളുടെ നേതാവാണ്. തീർച്ചയായും ഞങ്ങൾ പോയി കാണും, സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ നേരത്തെ ഇപ്പോൾ അജയ് തറയിൽ സംസാരിക്കുന്നത് കേൾക്കുമായിരുന്നു മിനിമോൾ. അപ്പോൾ പറയുന്നുണ്ട് കൊച്ചിയിൽ എറണാകുളത്ത് അനാരോഗ്യകരമായൊരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള സംഭവമാണെന്നാണ് അജയ് തറയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് എറണാകുളത്ത് DCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുണ്ട് എന്ന് മിനിമോൾ കരുതുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. കാരണം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തകയാണ്. അല്ലാതെയുള്ള മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഭാഗമാകാറുമില്ല. ഈ മിനിമോൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പുണ്ടോ? മിനിമോൾ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്, അഥവാ എന്തൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ്. എറണാകുളത്തെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പം 47 പേരെയാണ് UDFന്റെ ഭാഗമായിട്ട് വിജയിപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ് UDFന് നൽകിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകേണ്ട വലിയ ഒരു കടമയാണ് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. അതിൽ നമുക്ക് ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ലീഡർഷിപ്പും ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ്. MP മാരുണ്ട്, 4 MP മാർ നമുക്കിവിടെയുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം. എല്ലാ MLA മാരും അവരെല്ലാവരും കൂടെ ഉണ്ടാവും. KPCC നേതൃത്വം, DCC നേതൃത്വം എല്ലാവരും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മിനിമോൾ ഷൈനിയുടെ ഗ്രൂപ്പൊന്നുമില്ല. ഷൈനിയുടെ കാര്യത്തിൽ 21 പേരുടെ പിന്തുണയുണ്ടായിരുന്നുവെന്നും താങ്കൾക്ക് തൊട്ടു പിന്നാലെ 17 പേരുടെ പിന്തുണയുണ്ടായിരുന്നുവെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ പിന്തുണ കിട്ടിയാൽ രണ്ടാമത്തെ ടേമിൽ വന്നു. അതിലൊരു അതൃപ്തി ഷൈനി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ടേം വന്നിരുന്നെങ്കിലും മിനിമോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. മിനി അങ്ങനെ ടേമിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, അല്ലേ? എന്നെ സംബന്ധിച്ച് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് എങ്ങനെയാണോ അത് നല്ല രീതിയിൽ ലഭിക്കുന്ന സമയം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തന ലക്ഷ്യം. അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി ഇപ്പോൾ ആകാൻ പറഞ്ഞു, ഇപ്പം ആയി, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി മിനിമോൾ, ഇപ്പോൾ KSUവിൽ 16ാമത്തെ വയസ്സിലെത്തിയതാണ് എന്ന് ദീപ്തി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പ്രവർത്തന പരിചയവും ഒക്കെ ദീപ്തിക്കും അടക്കമുണ്ട്. മിനിമോൾക്ക് ഈ മേയർ പദവിയിലേക്ക് വരാൻ തുണയായത് പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നാണ് മിനിമോൾ കരുതുന്നത്? ഞാൻ 98 മുതൽ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ പാർട്ടിയിലുള്ള ആളാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത്.
ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ എലക്റ്റഡ് കമ്മിറ്റിയുടെ ജില്ലാ ഡെലിഗേറ്റായിട്ട് വിജയിച്ച ആളാണ് ഞാൻ. അതേപോലെ മഹിളാ കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റിൽ തുടങ്ങി, അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയി, പിന്നെ ജില്ലാ പ്രസിഡന്റായിട്ട് 5 വർഷക്കാലം, അതിനുശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് ജെബി മേത്തറുടെ കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അപ്പോൾ നിലവിൽ ഞങ്ങളും എല്ലാവരും പൂർണ്ണമായും പാർട്ടിയുടെ പ്രവർത്തകരാണ്. ആ പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായ പാർട്ടി പ്രവർത്തനം ഒപ്പം കഴിഞ്ഞ 15 വർഷക്കാലമായി കൊച്ചി നഗരസഭയുടെ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം എന്നെ പരിഗണിക്കാൻ നേതൃത്വം എടുത്ത മാനദണ്ഡം എന്നാണ് ഞാൻ കരുതുന്നത്. പരിചയവും സീനിയോറിറ്റിയും മിനിമോൾക്കും കുറവല്ല. അല്ല. ഓക്കെ, അപ്പോൾ ഗംഭീരമാവട്ടെ. നമുക്ക് കോർപ്പറേഷൻ കുറച്ചുകൂടി ഉഷാറാക്കണം. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നു. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ വെള്ളക്കെട്ടൊക്കെ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കൊച്ചിയിലെ ജനങ്ങളുടെ തീർച്ചയായും കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത്. പൂർണ്ണ പിന്തുണ ഉണ്ടാവും കേട്ടോ, പൂർണ്ണ പിന്തുണ ഉണ്ടാവും. പക്ഷേ വെള്ളക്കെട്ട് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലൈവ് ഒക്കെ ചെയ്യും. ഓക്കെ താങ്ക് യു. വെള്ളക്കെട്ട് മാറ്റിയാൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് പറഞ്ഞു. തീർച്ചയായും ആ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി. നല്ല നിർദ്ദേശങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ അപ്പൊ തരണം. പോസിറ്റീവായ ഒരു പ്രതിപക്ഷമായിട്ട് മിനിമോൾക്കൊപ്പം ഉണ്ടാവും. ഒരു കാര്യം കൂടി ബിനി, മിനിയുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. മക്കളൊക്കെ എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പേരും പഠിക്കുകയാണ്. മൂത്ത മകൾ മെഡിസിൻ 5ാമത്തെ വർഷമാണ്. ഇളയാള് BCom ACCA സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇപ്പൊ 3rd ഇയറിലേക്ക് വരികയാണ്. ഹസ്ബൻഡ് ഒരു കട നടത്തുന്ന ആളാണ്. ഒരു ആങ്ങളയുണ്ട്, അമ്മയുണ്ട്. ശരി, ഗംഭീരമാവട്ടെ. കോർപ്പറേഷനിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി, പിന്നീട് പാർലമെന്റിലേക്ക് എത്തി, അങ്ങനെ പാർലമെന്ററിയും ഒക്കെ ഒരു മികച്ച ജനപ്രതിനിധിയായിട്ട് മാറട്ടെ. താങ്ക് യു മിനിമോൾ, താങ്ക് യു. അപ്പോൾ VK മിനിമോളാണ്, കൊച്ചി കോർപ്പറേഷൻ മേയറാണ് നമുക്കൊപ്പം ചേർന്നത്.